അവളെ പറ്റിയുള്ള എല്ലാ കണക്കൂട്ടലും പിഴച്ചില്ലേ? എത്രയും വേഗം ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ നീ കരഞ്ഞു തീർക്കേണ്ടി വരും. രേണുകയുടെ മിസ്സിംഗിന് ഉത്തരവാദി നിങ്ങളിൽ ഒരാളാണെന്ന കാര്യം ഉറപ്പാ. ഇനി ശാലിനിയുടേതാണെന്നറിയില്ല. ഏതായാലും ലേഡീസ് കർച്ചീഫ് തന്നെ ഏത്. അമ്മേ, ഞങ്ങള് രേണുകയെ കാണാൻ പോവാ. രാധികെ, എന്താ അമ്മേ? രേണുകയെ ഈ അവസ്ഥയിൽ കാണാതിരിക്കുക നല്ലത്. അതെന്താ അങ്ങനെ? എനിക്കൊന്ന് കാണണോ അവളെ? വേണ്ട. എന്താ കണ്ടാൽ? എന്റെ അനിയത്തിയല്ലേ അവള്, ഞാൻ കാണും. രാധികെ, നീ എന്നെ ധിക്കരിക്കരുത്. ഇതിലെന്ത് ധിക്കാര അമ്മ ഉള്ളത്? ഓ, അമ്മയുടെ മനസ്സില് ഞാൻ എന്നൊരു വഴക്കാളിയാണല്ലോ. മറ്റൊന്നിനും അല്ല അമ്മായി, ഞങ്ങൾ ചെല്ലുന്ന അവൾക്കൊരു ആശ്വാസമാകുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? അങ്ങനെ ഒരു ആശ്വാസം നിങ്ങളിൽ നിന്ന് അവൾക്ക് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഇതായി അമ്മായിയുടെ കുഴപ്പം. ഇവളെ പോലും വിശ്വാസമില്ല. എന്താ അമ്മായി, ഞങ്ങൾ അന്യരാണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. ആരും കാണാൻ ചെല്ലുന്നത് അവൾക്ക് ഇഷ്ടമല്ല. ഇനി എന്റെ കുഞ്ഞിനെ കരയിക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. അമ്മ എന്നെ ഒഴിവാക്കാന്ന് എനിക്കറിയാം. കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടല്ലോ. അമ്മയ്ക്ക് എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ലാതായിരിക്കുന്നു. ചെറുപ്പം മുതലേ അങ്ങനെ അല്ലായിരുന്നോ? രേണുകയാണ് അമ്മ കൂടുതൽ സ്നേഹിച്ചത്. രാധികെ, ഇല്ല, നിനക്ക് തെറ്റുപറ്റി. എന്റെ രണ്ടു മക്കളെയും ഈ കൈകൾ കൊണ്ടാണ് ഞാൻ താലോലിച്ചത്. ഒരേ തൊട്ടിലിൽ കിടത്തിയാണ് ഉറക്കിയത്. ഇളയവളെന്ന് കരുതി രേണുകയെ ഞാൻ കൂടുതൽ താലോലിച്ചു എന്നത് സത്യ. ആ ലാളന നിമിത്തമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അവളെ പറ്റിയുള്ള എല്ലാ കണക്കൂട്ടലും പിഴച്ചില്ലേ? നീ പറഞ്ഞത് നേരം. എന്റെ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചുപോയി. രേണുകയെ കാണുന്നതിന് അമ്മ എന്നെ വിലക്കുന്ന എന്തിനാ? വിലക്കിയതല്ല ഞാൻ. പലതും മറക്കാൻ ശ്രമിക്കുകയാണ് അവൾ. നീ പോയി കണ്ടോളൂ, പക്ഷേ അവളെ വേദനിപ്പിക്കരുത്. ഇല്ലമ്മേ, ഞാൻ മൂലം അവക്കൊന്നും സംഭവിക്കില്ല. രേണു, വേണ്ട. നിനക്ക് സുഖാണോ? നിന്നെ ഒന്ന് കാണണമെന്ന് കുറച്ചു ദിവസമായി വിചാരിക്കുന്നു. ഒന്നുമില്ലേലും ഒരു വയറ്റിൽ പറഞ്ഞവരല്ലേ നമ്മൾ. വന്നത് ശല്യമെങ്കിൽ ഞങ്ങൾ പോയേക്കാം. രാധികച്ചി, കരഞ്ഞോളൂ. അങ്ങനെയെങ്കിലും നിന്റെ ദുഃഖം ഒന്ന് തീരട്ടെ. അമ്മയ്ക്ക് സുഖാണോ? നീയില്ലാത്ത ദുഃഖം അമ്മയെ വല്ലാതെ തളർത്തുന്നുണ്ട്.
ഞാനിപ്പോ കുറച്ച് ദിവസമായി നമ്മുടെ വീട്ടില്. അമ്മയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. എനിക്കറിയാം, ദൈവം പോലും എന്നോട് പൊറുക്കില്ല രാധികച്ചി. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാ നിന്റെ കുഴപ്പം. നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞങ്ങളും കൂടിയാ. അത് ശരിയാ, പക്ഷേ അതിന്റെ ഫലം അനുഭവിക്കുന്നത് രേണുക ഒറ്റയ്ക്കും. അതെ, ഞാൻ ഒറ്റയ്ക്ക. ആയുസ് മുഴുവൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ വിധിക്കപ്പെട്ടവൾ. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് വിയോജിപ്പ്. എന്തിനു വേണ്ടി ഈ ഒളിച്ചോട്ടം? ആരെ തോൽപ്പിക്കാൻ? നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറരുത്. ശ്യാം നിന്നെ സ്വീകരിക്കാൻ തയ്യാറാ. എത്രയും വേഗം ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ നീ കരഞ്ഞു തീർക്കേണ്ടി വരും. ചേച്ചി ആയിരുന്നു, അയാളെ കുറിച്ച് ഒന്നും എന്നോട് പറയരുത്. ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കുക. എത്ര നാൾ നീ ഇങ്ങനെ ജീവിക്കും? ആവുന്നിടത്തോളം. എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. ഇല്ല രാധികേച്ചി, മറിച്ചൊരു തീരുമാനം ഞാൻ എടുക്കില്ല. എന്നെ പറ്റി നിങ്ങൾ ആരും ചിന്തിക്കരുത്. പഴയ രേണുക മരിച്ചുപോയി. എനിക്കിതൊക്കെ കേട്ടിട്ട് ചിരിക്കാനാ വരുന്നത്. അല്ല, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അതെ, എനിക്ക് ഭ്രാന്ത. അനുഭവങ്ങൾ എന്നെ അങ്ങനെ ആക്കിയതാ. ഈ ഭ്രാന്തിയെ കാണാൻ ഇനി ആരും ഇങ്ങോട്ട് വരരുതെന്നൊരു അപേക്ഷ കൂടിയുണ്ട് എനിക്ക്. രേണുവിന്റെ ഭാഗമാണ് ശരി. ആ ശ്യാം നിന്നെ ചതിച്ചതാ. ഭയങ്കര നാണക്കേടായി പോയി. നാട്ടിലും വീട്ടിലും തല ഉയർത്തി നടക്കാൻ പറ്റാതായി. എന്റെ കാര്യം തന്നെ ചിന്തിച്ചു നോക്കിയേ. സസ്പെൻഷനിൽ നിന്ന് പാർട്ടിയിലേക്ക് വീണ്ടും കയറുന്നതേ യൂത്ത് വിങ്ങിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടാ. വരുന്ന മുനിസിപ്പൽ ഇലക്ഷന് ഞാൻ സ്ഥാനാർത്ഥിയാ. അപ്പൊ ഇങ്ങനൊരു സംഭവം നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ പ്രതിച്ഛായ തന്നെ ബാധിക്കും. അതുകൊണ്ട് രേണു ഈ ശരണാലയത്തിൽ തന്നെ നിൽക്കണം. ചേട്ടാ പ്ലീസ്. അമ്മേ, രേണുവിനെ കണ്ടോ? അവൾ എന്തു പറഞ്ഞു? എന്തു പറയാൻ? വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. നമ്മളെ വെറുക്കാൻ മാത്രം എന്താ ഉണ്ടായത്? ശ്യാം അവളോട് കാണിച്ച നെറുകേടിന് നമ്മളോട് അവള് പ്രതികാരം വീട്ടുന്ന. അവളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് നീ പോയതെന്ന് എനിക്കറിയാം. ഞാൻ അവളെ കുറ്റപ്പെടുത്തിയൊന്നുമല്ല. എന്റെ മുന്നിലിരുന്ന് അവൾ ഒത്തിരി കരഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇനിയൊന്ന് ടോസ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂന്ന്. മനസ്സിലായില്ലല്ലേ? ധനപാലനോ ശ്യാമപ്രസാദോ, ഇവരിൽ ഒരാൾക്ക് എന്തായാലും നറുക്ക് വീഴും. നറുക്ക് വീണേ പറ്റൂ. രേണുകയുടെ മിസ്സിങ്ങിന് ഉത്തരവാദി നിങ്ങളിൽ ഒരാളാണെന്ന കാര്യം ഉറപ്പാണ്. സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ സാധ്യത കൂടുതൽ മിസ്റ്റർ ശ്യാമപ്രസാദിനാണ്. എന്നെ ചീറ്റ് ചെയ്താലുണ്ടല്ലോ, ഒരു ഉഗ്രൻ കത്തെഴുതി വെച്ചിട്ട് ഞാനും സൂയിസൈഡ് ചെയ്യും. കത്തിൽ എന്തായിരിക്കും മാറ്റർ എന്നറിയോ? എന്റെ മരണത്തിന് ഉത്തരവാദി
അഡ്വക്കേറ്റ് ശ്യാമപ്രസാദ് മാത്രമാണെന്നും ഒരു കാരണവശാലും അദ്ദേഹത്തെ വെറുതെ വിടരുതെന്നും മരണം വരെ തൂക്കിലിടാൻ വിധിക്കണമെന്നും. ശ്യാമേട്ട, അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യുന്നില്ല. പകരം ശ്യാമേട്ടന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് ദൂരെ എവിടേക്കെങ്കിലും പോകും. എന്നിട്ട് ആ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തി വലിയൊരാളാക്കിയിട്ട് ഒരു ദിവസം കൊണ്ടുവന്ന് ശ്യാമേട്ടന്റെ മുമ്പിൽ നിർത്തിത്തരും. എന്നിട്ട് പറയും, ഇതാ നിൽക്കുന്നടാ മോനെ നിന്റെ ദുഷ്ടനായ അച്ഛൻ, എണ്ണി കണക്കുകൾ ചോദിക്കടാ എന്ന്. ശ്യാമേട്ട, ദാ നോക്കിയേ, ഈ തൂവാല ആരുടേതാ? ശ്യാമേട്ടന്റെ പഴയ തുണികൾക്കിടയിൽ നിന്ന് കിട്ടിയതാ. ഇനി ശാലിനിയുടേതാണോന്ന് അറിയില്ല. ഏതായാലും ലേഡീസ് കർച്ചീഫ് തന്നെ ഇത്. എന്താ ശ്യാമേട്ട വല്ലാതിരിക്കുന്നേ? എന്താ സുഖല്ലേ? ഏയ്, ഒരു ചെറിയ തലവേദന. അയ്യോ, പെട്ടെന്ന് എന്താ ഇങ്ങനെ? പനിക്കുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ ഹെഡേക്ക്. കുറച്ചു നേരം ഒന്ന് കിടന്നാൽ മാറിക്കോളൂ. ശ്യാമേട്ടനെല്ലാം നിസ്സാര. അതെങ്ങനാ? ഏതു നേരം കുറെ വമ്പും പുസ്തകങ്ങൾ എടുത്തു വെച്ച് അതിലേക്ക് നോക്കി ഒറ്റ ഇരിപ്പാ. ഇങ്ങനെ ഓവർ സ്ട്രെയിൻ എടുക്കുന്നത് തന്നെയാ കാര്യം. ശ്യാമേട്ടൻ കുറച്ചേരം കിടക്ക്. ഞാൻ താഴെ പോയി കുറച്ച് ചൂടുവെള്ളം ടാബ്ലറ്റും എടുത്തുകൊണ്ട് വരാം. എല്ലാം മറന്നുവെന്ന് സ്വയം മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും നിന്റെ ഓർമ്മകൾ പിന്നെയും പിന്നെയും എന്നെ വേട്ടയാടുകയാണല്ലോ. ശ്യാമേട്ടാ, എവിടെ പോയി? ആഹാ, ഇവിടെ വന്ന് നിൽക്കണോ? അല്ല, കിടക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കണോ? എന്താ, തലവേദന മാറിയോ? ടാബ്ലറ്റ് വേണ്ടേ? ശ്യാമേട്ട, ശ്യാമേട്ട എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ഒക്കെ എനിക്ക് അറിയാവുന്നല്ലേ.
എല്ലാം ശ്യാമേട്ട എന്നോട് പറഞ്ഞിട്ടുള്ളതുമല്ലേ, പിന്നെന്താ ഇങ്ങനെ? ഇത് രേണുകയുടേതല്ലേ, എനിക്കറിയാം. ഒന്നും ശ്യാമേട്ടന് അത്ര വേഗം മറക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഓർമ്മയായ കാലം മുതൽ മനസ്സിൽ കൊണ്ടു നടന്നതല്ലേ. അത്ര വേഗം അതിനെ പിഴുതെറിയാൻ ശ്യാമേട്ടന് കഴിയോ? ശ്യാമേട്ടനെന്നല്ല, ആർക്കും അതിന് കഴിയില്ല. ഗംഗ പ്ലീസ്. ഞാൻ ശ്യാമേട്ടനെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ എന്നെ സ്വയം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി, എന്റെ മനസ്സിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വേണ്ടി. അരുത്, നീ വെറുതെ. ഇപ്പൊ എന്റെ മനസ്സിലൊന്നുമില്ല. അവിടെ നീ മാത്രമേ ഉള്ളൂ, നീ മാത്രം. രേണുകയെ മറക്കണമെന്ന് ഞാൻ ശ്യാമേട്ടനോട് പറയുന്നില്ല. പകരം ഇനിയെങ്കിലും എന്നെ ആ സ്ഥാനത്ത് കണ്ടൂടെ ശ്യാമേട്ട? രേണുകയുടെ സ്വഭാവ രീതികളും പെരുമാറ്റങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് ശ്യാമേട്ട എന്നോട് പറഞ്ഞു തന്നാ മതി. ഞാനും അങ്ങനെയൊക്കെ ആകാൻ ശ്രമിക്കാം ശ്യാമേട്ട. എന്റെ ശ്യാമേട്ടന്റെ മനസ്സിനുള്ളിൽ ഒരിത്തിരി സ്ഥലം മാത്രം മതി ഈ ഗംഗയ്ക്ക്. അതെനിക്ക് തന്നൂടെ ശ്യാമേട്ട? ഈ മനസ്സ് നിറയെ ഇത് നിറയെ നീ മാത്രമേ ഉള്ളൂ ഗംഗ.